ഹരിദാസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മാളവികയുടെ വീട്ടിലെ ചെറിയ ഹാളിൽ വിളക്കുകൾ തെളിഞ്ഞു നിന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ശ്മശാനത്തിൻ്റെ മൂകതയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പനും അമ്മയും ചേച്ചിയുമൊക്കെ ക്രിസ്റ്റി പടിവാതിൽ കടന്നു വന്നു. സ്വന്തം ഹൃദയത്തിൽ ആരോ ആണി തടിച്ചു കയറ്റിയതുപോലെ അവർക്ക് തോന്നി. നിശ്ചയത്തിൻ്റെ നിമിഷങ്ങൾ അടുത്തു. ക്രിസ്റ്റി അവളുടെ വിരലിലേക്ക് ആ മോതിരം അണിയിക്കുമ്പോൾ മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുറ്റുമുള്ളവർ അത് സന്തോഷം കൊണ്ട് കരുതി പ്രത്യാശയുടെ ചിരികൾ കൈമാറി എല്ലാവരും. എന്നാൽ ഓരോ തുള്ളി കണ്ണുനീരിനും അഗ്നി എന്ന പേരായിരുന്നു അവളിലുണ്ടായിരുന്നത്. തൻ്റെ ബോസ്, തൻ്റെ പ്രാണനായ അഗ്നിദേവൻ. ആ മോതിരം വിരലിൽ അമർന്നപ്പോൾ അവൾക്ക് തോന്നി അത് മോതിരമല്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങളെ തളച്ചിടുന്ന ഒരു ചങ്ങലയാണെന്ന്. തൻ്റെ വീട്ടുകാരോട് അഗ്നിയെക്കുറിച്ച് പറഞ്ഞാലോ എന്നൊരു നിമിഷം അവൾ ഓർത്തുപോയി. പക്ഷേ ക്രിസ്റ്റി ചെയ്തു തന്ന സഹായങ്ങൾക്ക് മുമ്പിൽ അച്ഛൻ തൻ്റെ പ്രണയം അംഗീകരിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ മൗനം പാലിച്ചു. തൻ്റെ ഉടലും ഉയിരും അഗ്നിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന സത്യം ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കെ മറ്റൊരുത്തൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന വിധി അവളെ തളർത്തിക്കളഞ്ഞിരുന്നു. ക്രിസ്റ്റിയുടെ മുഖത്തപ്പോൾ ഒരു വിജയയുടെ ഭാവമായിരുന്നു. മാളവികയുടെ വിറക്കുന്ന കൈകൾ പിടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രണയമായിരുന്നില്ല, മറിച്ച് ക്രൂരമായൊരു ഹരമായിരുന്നു നിറഞ്ഞത്. ഹരിദാസ് ജയിലിലായ വിവരം അറിഞ്ഞതോടെ ആ കുടുംബം അനാഥമായിരിക്കുന്നു. തൻ്റെ സഹായമില്ലാതെ അവർക്കൊരു മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന ഉറപ്പ് അവൻ്റെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടു. അഗ്നിദേവൻ അത്രമേൽ ആഗ്രഹിക്കുന്ന മാളവികയുടെ ശരീരവും മനസ്സും താൻ ഇത്ര പെട്ടെന്ന് സ്വന്തമാക്കുമെന്ന് അവൻ പോലും കരുതിയില്ല. ഇനി അവൻ്റെ സമ്പത്തും തനിക്ക് കൈക്കലാക്കണം. അഗ്നിയോടുള്ള പക തീർക്കാൻ മാളവികയെ ഒരു ആയുധമാക്കിയിരുന്നു ക്രിസ്റ്റി. അവൻ്റെ കണ്ണുകളിൽ കുടിലതയും മിന്നലാട്ടങ്ങൾ ഒളിഞ്ഞിരുന്ന അതേസമയം അവൻ അവളുടെ ശരീരം തന്നെ വല്ലാതെ മോഹിച്ചു പോയിരുന്നു. വിമാനത്താവളത്തിൻ്റെ തിരക്കുകൾക്കിടയിലൂടെ അഗ്നിദേവൻ പുറത്തേക്ക് കടന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പ് വിരാമമിട്ട് അവൻ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാളവിക. ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഓടി വന്ന് സ്വീകരിക്കുന്ന അവൾ. കൺമുന്നിൽ തന്നോടുള്ള പ്രണയം വിരിയുന്ന നിമിഷം അതോർക്കുമ്പോൾ അവൻ്റെ ഉള്ള കൊതിയോടെ തുടിച്ചുപോയി. അവളെയൊന്ന് കാണാൻ, അവളെയൊന്ന് പുണരാൻ. അവളുടെ മുഖത്ത് വിരിയുന്ന കുഞ്ഞുഭാവങ്ങൾ ആവോളം ആസ്വദിക്കണം, ആവോളം നെഞ്ചോട് ചേർക്കണം. താൻ ഇല്ലാത്ത ഈ ദിവസത്തിൽ അവൾ എത്രമാത്രം തന്നെ ഓർത്തു കാണുമെന്ന ചിന്ത അഗ്നിയെ വല്ലാതെ തളർത്തി, പുളകിതനാക്കി. താൻ വരുന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അവൻ ആരെയും അറിയിക്കാതിരുന്നത്. എന്നാൽ താൻ ചെന്നിറങ്ങുന്ന തൻ്റെ പ്രണയത്തിൻ്റെ ചിതയിലാക്കാണെന്ന്, തൻ്റെ ജീവനെ മറ്റൊരുവൻ സ്വന്തമാക്കാൻ വലവിരിച്ചു കഴിഞ്ഞുവെന്നും ആ പാവം അറിഞ്ഞില്ല. ആ ദിവസത്തിൻ്റെ നിശബ്ദത്തിൽ 3 ജീവിതങ്ങൾ 3 ദിശയിലാണ്. ഒരാൾ കണ്ണീരോടെ വിധിക്ക് കീഴടങ്ങുന്നു, മറ്റൊരാൾ ചതിയുടെ മധുരം നുണയുന്നു, മൂന്നാമത്തവൻ തൻ്റെ പ്രണയത്തെ കാണാൻ അതിയായ മോഹത്തെ പാഞ്ഞെടുത്തു. കണിമംഗലം തറവാടിൻ്റെ പടിപ്പുര കടന്ന് അഗ്നിദേവൻ കാറെത്തുമ്പോൾ മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഒരു ചെമ്പോത്ത് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. നീണ്ട യാത്രയുടെ തളർച്ചയെങ്കിലും മാളവികയെ കാണാനുള്ള വെമ്പലിൽ അഗ്നിയുടെ ഹൃദയം അപ്പോഴും തുടിച്ചുകൊണ്ടേയിരുന്നു. വീടിൻ്റെ വാതിൽ തുറന്ന് ഒരു അപരിചിത രൂപമായിരുന്നു. വിടർന്ന കണ്ണുകളും നാടൻ സൗന്ദര്യവുമുള്ള കൊച്ചു പെൺകുട്ടി. അഗ്നി അവളെ അടുമുടി നോക്കി. നീ ആരാ? പുതിയ വേലക്കാരിയാണോ? അവൻ്റെ ചോദ്യം ചാട്ടൊളി പോലെ അവളിൽ പതിച്ചു. അപമാനം കൊണ്ട് അവളൊന്ന് വിറച്ചു താഴേക്ക് നോക്കി. അല്ല, ഞാൻ. അവൾ പൂർത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഷർട്ട് ശരിയാക്കിക്കൊണ്ട് അരുൺ താഴേക്ക് ഓടിയെത്തി. ഏട്ടൻ എത്തിയോ? ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അരുണിൻ്റെ സ്വരത്തിൽ ആവേശം നേലിച്ചു. പക്ഷെ അഗ്നിയുടെ കണ്ണുകൾ ആ പെൺകുട്ടിയിലായിരുന്നു. അവളുടെ മുഖത്തിന് എവിടെയോ ഒരു പരിചയമുണ്ട്. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അരുണെ. ഇത് രാമൻ്റെ മകളല്ലേ? അഗ്നിയുടെ ഓർമ്മ ശരിയായിരുന്നു. അതെ, അവൾ പതുക്കെ മറുപടി നൽകി. അപ്പോൾ നീ എങ്ങനെ ഇവിടെ? അഗ്നിയുടെ ചോദ്യം മുറിയും മുൻപേ അരുൺ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ഇവളെ ഞാൻ താലി കെട്ടിയ പെണ്ണാണ്, എൻ്റെ കാർത്തുമ്പി. ഒരു നിമിഷം അഗ്നി സ്തംഭിച്ചു നിന്നുപോയി. കണിമംഗലം തറവാടിൻ്റെ അന്തസ്സിന് നിരക്കാത്തത് എന്തു സംഭവിച്ചതുപോലെ അവന് തോന്നി. എടാ, നീ എന്ത് ഭാവിച്ച? അരുണിൻ്റെ മുഖത്ത് ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. ഏട്ടാ, എനിക്ക് അവളെ മറക്കാൻ പറ്റിയില്ല. വിവാഹം ഉറപ്പിച്ചു വെച്ചതെന്നറിഞ്ഞപ്പോൾ എനിക്ക് അവളെ കൈവിടാനും തോന്നിയില്ല. പിന്നെ ഞാൻ കമ്പനി കാര്യങ്ങളൊന്നും നോക്കാത്ത ആളായതുകൊണ്ട് അച്ഛന് വലിയ പ്രശ്നവും ഉണ്ടാക്കിയില്ല. അരുണിൻ്റെ പ്രണയ സാഫല്യം കേട്ടപ്പോൾ അഗ്നിയുടെ ഉള്ളിൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഓർമ്മകൾ തിരതല്ലി. ശരണ്യയെ പുറത്താക്കിയതും ദേവശ്രീ ആ വീട്ടിലുള്ളതും വീട് ഒരു സജീവമായി മാറി. കാർത്തുമ്പി നൽകിയ ജ്യൂസ്,
നുകരുമ്പോൾ അഗ്നി അവൾക്കൊരു ചെറിയ പുഞ്ചിരി നൽകി. പിന്നീട് അരുൺ വസുവിനെ വിശദമായി അവനോട് പറഞ്ഞു കൊടുത്തു. വീട്ടിലെ പുതിയ മാറ്റങ്ങളും കേട്ടപ്പോൾ അഗ്നിയുടെ ഉള്ളിൽ ദേഷ്യം കനലായി എരിഞ്ഞു. ഇത്രയും ദുഷ്ടയായിരുന്നു അവൾ. പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകാൻ അവനും തുടങ്ങി. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ അഗ്നി? അമ്മ സേതുലക്ഷ്മി വാത്സല്യത്തോടെ അകത്തളത്തിൽ നിന്നും വന്ന് ചോദിച്ചു. വേണം അമ്മ, പെട്ടെന്നെടുക്ക്. കർത്തുമ്പി വച്ച് വിളമ്പിയ വിഭവങ്ങൾ കഴിക്കുമ്പോൾ അഗ്നിയുടെ ചിന്തകളിൽ മാളവിക മാത്രമായിരുന്നു. തൻ്റെ പ്രണയം വീട്ടിലൊന്ന് അവതരിപ്പിക്കണം. പക്ഷെ അവളുടെ അനുവാദമില്ലാതെ എങ്ങനെ തുടങ്ങും? മനം നിറഞ്ഞ സ്നേഹം അല്പം ആശങ്കയുമായി അവൻ തൻ്റെ ആഡംബര കാറിലേക്ക് കയറി. ഓഫീസിന് മുന്നിൽ കാർ വന്നു നിറങ്ങി. സ്റ്റാഫുകൾ ബഹുമാനത്തോടെയും ആദരവോടെയും അവന് വഴിമാറിക്കൊടുത്തു. എന്നാൽ അഗ്നിയുടെ കണ്ണുകൾ തിരിഞ്ഞത് തൻ്റെ പിയെ ഇരിക്കുന്ന ആ ഒഴിഞ്ഞ കസേരയിലാക്കാണ്. മാളവിക അവിടെയില്ല. അവൻ മാനേജർ ചേതനെ വിളിപ്പിച്ചു. എവിടെ മാളവിക? അവൾ ഇന്ന് വന്നില്ലേ? അവളും ക്രിസ്റ്റിയും ഇന്ന് ലീവാണ് സർ. ചേതൻ്റെ മറുപടി അഗ്നിയുടെ നെറ്റിൽ ഒരു ചുളിവുണ്ടാക്കി. മാളവികയും ക്രിസ്റ്റിയും ഒരുമിച്ച് ലീവ് എടുത്തത് എന്തിനായിരിക്കും? അവൻ്റെ ഉള്ളിൽ അറിയാതൊരു ഭയം അരിച്ചു കയറി. നഗരത്തിൻ്റെ വെളിച്ചത്തിലും ആ സിംഹാസനത്തിലിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ കൈവിട്ടു പോകുന്നുവെന്നൊരു തോന്നൽ ആ കരുത്തനായ മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ആ ദിനം അവർ രണ്ടുപേർക്കും ഒരുപോലെ സ്വസ്ഥത ഉണ്ടാക്കിയില്ല. ഓരോ മണിക്കൂറും ഓരോ യുഗം പോലെ കഴിയുകയായിരുന്നു. മാളവികയുടെയും അഞ്ജലിയുടെയും ഉള്ളിലൂടെ കടന്നുപോയി. ഹൃദയത്തിൻ്റെ കനലുകൾ കോരിയിട്ട വേദനയോടെ അവർ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉരുളും മുമ്പേ അവൾ ഉണർന്നു. വാക്കുകളില്ലാതെ മൗനമായി അടുക്കള പണികൾ തീർത്തു. വിശപ്പില്ലെങ്കിലും നിർബന്ധപൂർവ്വം അല്പം ഭക്ഷണം കഴിച്ചു. അച്ഛനും കൊടുത്തു. മാളവികയുടെ ഉള്ളിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണിമംഗലം ഗ്രൂപ്പിലെ തൻ്റെ ജോലി. അതാണ് ഇനി തൻ്റെ കുടുംബം കരകയറ്റാനുള്ള ഏർഗമാകും. പക്ഷേ അഗ്നിയോട് ഇനി എന്തു പറയും എന്ന ആദ്യം അവളുടെ മനസ്സിലുണ്ട്. അഞ്ജലിയും മാളവികയോടൊപ്പം ആരും ഗ്രൂപ്പിലേക്ക് ഒരുമിച്ച് പോയി. മാളവിക ഓഫീസിലകത്തളത്തിലേക്ക് കടന്നു കയറി. പടികൾ കയറുമ്പോൾ അവളുടെ കാലുകൾ ഭാര കൂടുതൽ അനുഭവപ്പെട്ടു. തൻ്റെ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ അഗ്നിദേവൻ അക്ഷമനായി കാത്തിരിക്കുന്നത് അവൾ കണ്ടു. അവനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. മാളവികയെ കണ്ടതും അഗ്നിയുടെ മുഖത്ത് വസന്തം വിരിഞ്ഞതുപോലെയായി. തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കാണാൻ കൊതിച്ചു നിന്ന അവൻ്റെ കണ്ണുകളിൽ പ്രണയം തുളുമ്പി നിന്നു. എന്നാൽ മാളവികയുടെ മുഖത്ത് പഴയ തിളക്കമില്ലായിരുന്നു. പകരം ഏതോ മരവിപ്പ് പടർന്ന മുഖം, അസ്വസ്ഥതയുള്ള മുഖം. അവളെ പതുക്കെ തൻ്റെ PA സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നു. ഓരോ ബിസിനസ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. അഗ്നി അവളെ അടിമുടി നോക്കി. അവളുടെ അമിതമായ ഗൗരവവും മൗനവും അവനെ അസ്വസ്ഥനാക്കി. പെട്ടെന്നൊരു ഫയൽ കൈമാറുന്നതിനിടയിൽ അവളുടെ വിരലിൽ വെട്ടിത്തിളങ്ങുന്ന നിശ്ചയമോതിരം അഗ്നിയുടെ കണ്ണുകളിലുടക്കി. അതൊരു ഇടിമിന്നൽ പോലെ അവൻ്റെ ഉള്ളിൽ പതിച്ചു. തൻ്റെ പ്രണയത്തിൻ്റെ സാമ്രാജ്യത്തിൽ മറ്റൊരുവൻ അവകാശം സ്ഥാപിച്ചു എന്ന സത്യം അവനും താങ്ങാനായില്ല. നിന്റെ നിശ്ചയം കഴിഞ്ഞോ മാളവിക? അഗ്നിയുടെ സ്വരത്തിൽ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അതെ, അവൾ പതിഞ്ഞ സ്വരത്തിലൊട്ടും ഭാവഭേദമില്ലാതെ അവനോടായി മറുപടി പറഞ്ഞു. ആരുമായിട്ട്? അവൻ വീണ്ടും ചോദിച്ചു. പക്ഷെ അവൾ മൗനം പാലിച്ചു. അവളുടെ മൗനം അഗ്നിയെ നിയന്ത്രണം തെറ്റിച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്ന് അഗ്നി ചാടിയുന്നേറ്റ് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ നീ? ആരുടെ മോതിരമാണ് നിന്റെ വിരൽ കിടക്കുന്നത്? അവൻ്റെ പിടിയിൽ അവളുടെ മൃദുവായ കൈകൾ വേദന കൊണ്ട് പുളഞ്ഞു. കൺമുന്നിൽ കണ്ണുനീർ തളം കെട്ടി നിന്നെങ്കിലും അവൾ അവനെ നോക്കിയില്ല. ആ വേദനയേക്കാൾ വലിയൊരു വേദന അവളുടെ ഉള്ളിൽ അപ്പോഴും എരിയുന്നുണ്ടായിരുന്നു.